ഹലോ വീവേഴ്സ്, നമുക്കിന്ന് ഗോതമ്പ് പുട്ട് എങ്ങനെയാണ് സോഫ്റ്റ് ആയിട്ട് ഉണ്ടാക്കുക എന്ന് നമുക്ക് നോക്കാം. ഗോതമ്പ് പുട്ട് ഉണ്ടാക്കുമ്പോൾ ആരും പറയും അത് ശരിയാവണില്ല എന്ന് പറയാം. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ഈ രീതിയിൽ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കും. നല്ല സോഫ്റ്റായ ഗോതമ്പ് പുട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഈ ഷുഗറുള്ള ആൾക്കാർക്കൊക്കെ ഗോതമ്പ് പുട്ട് കഴിച്ചാൽ നല്ലതാണ്. അതിന് വേണ്ടിയിട്ട് ഇൻഗ്രീഡിയൻസ് എന്തെല്ലാം കാണിച്ചാൽ ഒരു കപ്പ് ഗോതമ്പ് പൊടിയും എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് നാളികേരമുണ്ട്, ഉപ്പുമുണ്ട്. പിന്നെ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം നമുക്കൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വയ്ക്കാം. എന്നിട്ട് സ്റ്റവ് ഒന്ന് കത്തിക്കുക. എന്നിട്ട് ഈ ഗോതമ്പ് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടിത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ലപോലെ വെച്ചാൽ ഇത് വറുക്കുമ്പോൾ നല്ലൊരു മണം വരും. അപ്പം നമുക്കിത് വാങ്ങി വെക്കണം. എന്നിട്ട് തണുത്തിട്ടേ നമ്മൾ വെള്ളം കൂട്ടിയിട്ട് കുഴയ്ക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ അതൊന്ന് നന്നായിട്ടൊന്ന് വറുത്തെടുക്കട്ടെ. അപ്പോൾ നല്ല വറവിൻ്റെ മണം വന്നു, കണ്ടില്ലേ, നല്ല സ്മെല്ല് വന്നു. അപ്പം ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് കൊട്ടി വയ്ക്കാം. എന്നിട്ട് ഇത് തണുത്തിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാൻ. ഇത് ചീഞ്ചട്ടിയിൽ നിന്ന് വെച്ചാൽ പെട്ടെന്ന് തണുക്കില്ല. അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് കൊട്ടി വെച്ചൊന്ന് പരത്തി വയ്ക്കാം. എന്നിട്ട് ഇതൊന്ന് തണുക്കട്ടെ. എന്നിട്ട് വേണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ. ഇപ്പം നമ്മുടെ പിട്ടിൻ്റെ പൊടി നല്ലപോലെ തണുത്ത് കഴിഞ്ഞു. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഈ പിട്ടിൻ്റെ പൊടി, ഗോതമ്പ് പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലപോലെ തണുത്തിട്ട് വേണം കേട്ടോ. കുറേശ്ശെ ചൂടുണ്ടെങ്കിൽ അത് ശരിയായില്ല. അപ്പോൾ വറുത്തിട്ട് നല്ലപോലെ തണുത്തിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ വെള്ളം ഒന്നിച്ച് ഒഴിക്കാൻ പാടില്ല, കുറേശ്ശെ വെള്ളം ഒഴിക്കുക. കുറച്ചും കൂടി ഒഴിച്ച് കൊടുക്കാം. കണ്ടില്ലേ, കുറേശ്ശെ അങ്ങനെ കട്ടയാവണം. കണ്ടില്ലേ, ഇത്രയും കൂടി ഒഴിക്കുക. അധികം വെള്ളം ആവാൻ പാടില്ല. നോക്കിയിട്ട് വേണം നമ്മളിത് ഒഴിച്ചു കൊടുക്കാൻ. ഇതാ ഇത്രയ്ക്ക് വെള്ളം മതി. ഇതാ കണ്ടില്ലേ, അതിൻ്റെ പാകം കണ്ടില്ലേ, ഇതങ്ങനെ. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കിയെടുക്കണം. അപ്പോൾ ഈ കട്ടെല്ലാം നമുക്ക് പൊടിഞ്ഞു കിട്ടും. ഈ ഒരു മിക്സിയുടെ ജാറെടുക്കുക. ജാറിലേക്ക് ഈ പൊടി ഇട്ട് കൊടുക്കുക, കുഴച്ച പൊടി. എന്നിട്ട് അധികം കറക്കാൻ പാടില്ല, ഒന്ന് കറക്കാനേ പാടുള്ളൂ. അപ്പോൾ ഈ കട്ട പിടിച്ചതൊക്കെ ഒന്ന് ഉടഞ്ഞു കിട്ടും. ഇനി നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. ഇപ്പം മിക്സിയിൽ ഒന്ന് ഇങ്ങനെ മിക്സിയുടെ ജാറിൽ ഒന്ന് കറക്കിയെടുത്ത പൊടിയാണിത്. കണ്ടില്ലേ, കട്ടയൊക്കെ ഉടഞ്ഞു. ഒന്ന് കറക്കാനേ പാടുള്ളൂ കേട്ടോ, അധികം അങ്ങനെ ഇതാക്കാൻ പാടില്ല. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല പൊടിയായി കണ്ടോ. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒരു പിട്ടും പാനി എടുത്തിട്ട് വയ്ക്കാം. ഇതിലേക്ക് നമുക്കൊരു വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് ജീരകം ഇട്ട് കൊടുക്കുക. ജീരകം ഇട്ട് വെച്ചാൽ നല്ലൊരു മണം ഉണ്ടാവും പിട്ട്. ഈ വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ കുറ്റിയിലേക്ക് നമുക്ക് ഈ പിട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് നാളികേരം ഇട്ട് കൊടുക്കുക. ഇനി ഒരു 2 കൈ പൊടി ഇട്ട് കൊടുക്കുക. കണ്ടില്ലേ, ഇനി നാളികേരം ഇട്ട് കൊടുക്കുക. രണ്ട് കൈ പൊടി ഇട്ട് കൊടുത്തു. കുറച്ചുകൂടി നാളികേരം ഇട്ട് കൊടുക്കുക. ഇനി മേലെ നാളികേരം ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. എന്നിട്ടിപ്പോൾ പിട്ടുമാനിയിലെ വെള്ളം തിളച്ച് നമുക്കതിലേക്ക് വയ്ക്കാം.
ഈ ഒരു 5 മിനിറ്റ് കഴിയണം. അത് ആഴ്ച ഈ മേലെ ഇതിൽ കൂടെ ആവി വരും. അപ്പം നമുക്ക് നോക്കാം. അപ്പോൾ മേലെക്കൂടെ കണ്ടില്ലേ, നല്ലപോലെ ആവി വന്നു നമ്മുടെ പിട്ട് വേവാറായി. ഇനി നമുക്ക് സിമ്മിലാക്കിയിട്ട് ഒരു 2 മിനിറ്റ് കൂടി വെച്ചിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പിട്ട് വെന്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് എടുക്കാം പിട്ട്. അപ്പോൾ നമ്മുടെ ഗോതമ്പ് പുട്ട് റെഡിയായി. ഇനി നമുക്കിത് വാങ്ങാം. നല്ല ജീരകത്തിൻ്റെ മണം ഉണ്ടാകണ്ടില്ലേ. ഉണ്ടല്ലേ, നല്ല സോഫ്റ്റായ ഗോതമ്പ് പുട്ടായി ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഗോതമ്പ് പുട്ട് ഇതേമാതിരി ഉണ്ടാക്കി നോക്കുമല്ലോ. നല്ല സോഫ്റ്റായ ഗോതമ്പ് പുട്ടാണത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്